നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റർഡ് ആപ്പിൾ റബഡി. പിന്നെ റബഡി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എമ്മി റബഡി എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇഷ്ടമായിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് കാണാം. പിന്നെ അതിന് മുന്നേ ഞാൻ അതിനകത്ത് 1/2 കിലോ ഇതുപോലെ കസ്റ്റർഡ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല വലിയ കസ്റ്റർഡ് ആപ്പിൾ വേണം എടുക്കാനായിട്ട്, എന്നാൽ നല്ല പൾപ്പ് കിട്ടത്തേയുള്ളൂ അത്. പിന്നെ നല്ല മധുരവും കാണും ഇതിന്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ബൗളിനകത്ത് നമുക്കിതൊന്ന് ഇതിൻ്റെ പൾപ്പെല്ലാം ഇതൊന്ന് ഇട്ടെടുക്കാം. പിന്നെ അതിൻ്റെ കുരുകളൊക്കെ നമുക്കൊന്ന് വേറെ മാറ്റിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ പൾപ്പ് ഇതുപോലെ ഒന്ന് എടുക്കാം നമുക്ക് വേറൊരു ബൗളിലോട്ട്. പിന്നെ കോയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതിനകത്ത് കോയ ചേർത്താലും ഇതിൽ നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷേ കോയയല്ല ചേർക്കുന്നത്. നമുക്ക് ഈസ്റ്റിനായിട്ട് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എവിടെ ആയാലും കോയ കിട്ടാത്തവരാണെങ്കിലും പോലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഞാൻ മുന്നോട്ട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ഒരു മേഷറും കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കുരുകളൊക്കെ നമുക്ക് വേറെ ആയി കിട്ടും. ഈ സ്പൂണും കൊണ്ട് നമ്മൾ ഈ കുരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ കസ്റ്റർഡ് ആപ്പിളിൻ്റെ പൾപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പാനിൽ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ അരികിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാൽപ്പടയൊക്കെ ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി നമുക്ക് നന്നായിട്ട് മിക്സാക്കി ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അതിനകത്ത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കസ്റ്റർഡ് ആപ്പിളിൻ്റെ മധുരം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് ഞാൻ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ബ്രാൻഡിന് എടുത്താലും മതി. മിൽക്ക് പൗഡർ 1/4 കപ്പ് എടുത്ത് നമുക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം. കോയയുടെ പകരമാണ് നമ്മളിത് ചേർക്കുന്നത്. കോയ കിട്ടുന്നുണ്ടെങ്കിൽ കോയ ചേർത്താൽ മതി. ഒരു 50-60 ഗ്രാം നമുക്ക് കോയ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കോയൊക്കെ കിട്ടാത്തടത്ത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒത്തിരി വെള്ളം പോലെ ആയി പോകാതെ നോക്കണം. ഇച്ചിരി തിക്കായിട്ട് ഇതുപോലെ ഇരിക്കണം. അങ്ങനെ നമ്മൾ മിൽക്ക് പൗഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൾപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കസ്റ്റർഡ് ആപ്പിളിൻ്റെ പാലൊക്കെ നന്നായി തിളച്ച് നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് 1/4 ഭാഗമൊക്കെ ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. നമുക്ക് പാൽപ്പൊടിയൊക്കെ മിക്സാക്കി വെച്ചെങ്കിൽ അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റബഡി പരുവത്തിനാവുമെന്ന് പറഞ്ഞാൽ നല്ല തരി പോലെ ഇങ്ങനെ ആവുമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മിക്സാക്കിക്കൊണ്ടിരിക്കണം. പാൽപ്പൊടി ഇട്ട കാരണം കൊണ്ട് പെട്ടെന്ന് തിക്കായി കിട്ടും. അതുകൊണ്ട് ഇളക്കി മിക്സാക്കിക്കൊണ്ടിരിക്കണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ അടിക്കൊക്കെ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ അടിക്കുന്നൊക്കെ നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് സൈഡിലൊക്കെ ഇതുപോലെയൊക്കെ അരിവെന്നൊക്കെ ഇളക്കി നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല തരിതരിയത്തോടെ വന്നിട്ടുണ്ട്. ഈ പാകത്തിന് വേണം ആവാനായിട്ട്. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. നമുക്ക് ഗ്യാസിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് വേണം കസ്റ്റർഡ് ആപ്പിളിൻ്റെ പൾപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം. അതിനകത്തോട്ട് ചൂടോടുകൂടി വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ഈസ്റ്റേൺ റബഡി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഗാർണിഷിന് അണ്ടിപ്പരിപ്പ്, ബദാമോ, പിസ്സ എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. അങ്ങനെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.